അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് പള്ളിച്ചാലിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. മരണപ്പെട്ടത് എറണാകുളം കാലടി സ്വദേശി അൻസാർ. അപകടം നടന്നത് ചൊവ്വാഴ്ച രാവിലെയോടെ. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനമിടിച്ച് തകർന്ന കൈവരികൾ നിലം പതിക്കാവുന്ന അവസ്ഥയിൽ. അനാസ്ഥയൊഴിവാക്കി അധികൃതർ പരിഹാര നടപടിയെടുത്തില്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ പയ്യന്നൂരിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തം. മരിച്ച കുടുംബശ്രീ അംഗത്തിന്റെ നിക്ഷേപ തുകയായ 1/4 ലക്ഷത്തിൽ പരം രൂപ അവകാശികളില്ലാത്തതിനാൽ കുടുംബശ്രീ ADS നേതൃത്വത്തിൽ അഗതി മന്ദിരത്തിന് നൽകി. കുടുംബശ്രീയുടെ ഈ മാതൃകാ പ്രവർത്തനം പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് 3-ാം വാർഡിൽ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ പണിമുടക്കി. മുകൾ നിലയിലെത്താൻ പെടാപ്പാടുപെട്ട് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. തകരാറിലായത് പുതുതായി സ്ഥാപിച്ച 2 ലിഫ്റ്റുകൾ ഉൾപ്പെടെ. ഗൌഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി. സഹസ്ര കുംഭാഭിഷേകം മെയ് 30-ന്. വാർത്തകൾ വിശദമായി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് പള്ളിച്ചാലിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. എറണാകുളം കാലടി സ്വദേശി അൻസാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:15ഓടെയാണ് അപകടം നടന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ വീണ്ടും വാഹനാപകടം. ചെറുകുന്ന് പള്ളിച്ചാലിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. കളമശ്ശേരി HMT കോളനി സ്വദേശി അൻസാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:15ഓടെയാണ് അപകടം നടന്നത്. കണ്ണപുരം പാളയത്ത് വളപ്പിൽ നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയും കാസർഗോഡ് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പാർസലുമായി പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. പിക്കപ്പ് വാൻ ഡ്രൈവറെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണപ്പെട്ടത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിന്റെ ശോച്യാവസ്ഥയുമെല്ലാം അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അധികൃതർ തുറന്നില്ല എങ്കിൽ സമീപ ദിവസങ്ങളിൽ വലിയ ഒരു ദുരന്തം പയ്യന്നൂരിനെ കാത്തിരിക്കുന്നുണ്ട്. നേവൽ അക്കാദമിയിൽ നിന്ന് മടങ്ങുന്ന ലോറി ഇടിച്ച് റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് ആഴ്ചകളായി. ഇത് താഴോട്ട് പതിച്ചാൽ നിരപരാധികളായ പലരും ആ ദുരന്തത്തിൽപ്പെട്ടേക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലെ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലാണ്. ചെറുതായൊരു അനാസ്ഥയല്ല, ആസന്നമായൊരു മരണത്തെക്കുറിച്ച് തന്നെ കാണിക്കാനാണ് ഈ റിപ്പോർട്ട്. വാഹനമിടിച്ച് ഈ റെയിൽവേ മേൽപ്പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ടുണ്ട്. അത് നൂലുകൊണ്ടും തുണി കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടുമൊക്കെ കെട്ടിവലിഞ്ഞ് ഇരിക്കുകയാണ്. ആസന്നമായ ഒരു മരണത്തെയാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നത് വലിയ വേദനയുളവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് നേവൽ അക്കാദമിയിലേക്ക് വിമാനത്തിന്റെ ഭാഗങ്ങളുമായി പോയ ലോറി ഇടിച്ച് ഇത്തരത്തിൽ ഇവിടെ കൈവരികൾ തകർന്നിരുന്നത്. എന്നാൽ അന്നത് പോലീസിൽ പരാതി നൽകുവാനോ നഷ്ടപരിഹാരം വാഹന ഉടമയിൽ നിന്ന് വാങ്ങിയെടുക്കുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ്. എന്നാൽ അവർ ഇത്തരത്തിൽ ഇവിടെ ഒരു അപകടം നടന്നിട്ടുണ്ടോ എന്ന കാര്യം അറിയാമോ എന്ന് പോലും സംശയമാണ്.
ഒരു കേസ് നൽകാത്ത വാഹന ഉടമയിൽ നിന്ന് പിഴ ഈടാക്കാത്ത അധികൃതർ ഇനി ഇത്തരത്തിൽ ഇവിടെയുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. തൊട്ട് താഴെ കൂടി പോകുന്നത് കവ്വായിലേക്കും തൃക്കരിപ്പൂരിലേക്കുമുള്ള റോഡാണ്. ദിനേന 100 കണക്കിന് ആളുകളാണ് ആ റോഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് റെയിൽവേ മേൽപ്പാലത്തിന് താഴത്തുകൂടി കവ്വായിലേക്കും തൃക്കരിപ്പൂരിലേക്കും ഒക്കെ പോകുന്ന ഈ റോഡ്. ഈ റോഡിലൂടെ പോകുന്ന ജനങ്ങൾ അറിയുന്നില്ല അവരുടെ തലയ്ക്കു മീതെ ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നു എന്ന്. അപകടം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ദുരന്തം, ഒരു മരണക്കെണി തന്നെ പതിയിരിപ്പുണ്ട് എന്നത് അവരുടെ മേലേക്കാണ് ഇത് വന്ന് പതിക്കുക. അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ടും കാണാതെ പോകുന്ന അധികൃതർ മനഃപൂർവ്വം നരഹത്യക്ക് കോപ്പ് കൂട്ടുകയാണ് എന്ന് പറയാനേ ഇപ്പോൾ തരമുള്ളൂ. എത്ര കണ്ടാലും പഠിക്കാതെ ഒരു ദുരന്തം വന്നാൽ മാത്രമേ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എങ്കിലും പറയാതെ വയ്യ എന്നതുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട്. അതുപോലെ തന്നെ വീണ് കിടക്കുന്ന വിളക്കുകാലുകളും പോസ്റ്റുകളും ഒക്കെ ഈ റോഡരികിൽ തന്നെയാണുള്ളത്. അത് ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ കുഞ്ഞുങ്ങളടക്കം കളിക്കാൻ വരുന്ന ടർഫ് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ദുരന്തത്തിനായിരിക്കും പയ്യന്നൂർ അടുത്ത ദിവസം തന്നെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയാതെ വയ്യ. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം KN വർഷ. പയ്യന്നൂർ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ 2017 മുതൽ പ്രിൻസിപ്പാളായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റാണി SD, ദീർഘകാലമായി വിദ്യാലയത്തിൽ ജോലി ചെയ്തു വരുന്ന അധ്യാപകരായ സുജാത M പൊതുവാൾ, സണ്ണി TA എന്നിവർക്കുള്ള യാത്രയപ്പും ഈ അധ്യയന വർഷത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. നാം കൈവരിച്ച നേട്ടം സമൂഹം നമുക്ക് നൽകിയിട്ടുള്ള അംഗീകാരമാണ്. ആ അംഗീകാരത്തിന്റെ മൂല്യമനുസരിച്ച് ആരോടാണ് നാം കൂറ് പുലർത്തേണ്ടത് എന്ന് മറന്നുപോകുന്ന ഔദ്യോഗിക സംവിധാനത്തിന്റെ വല്ലാത്തൊരു പൊതുജീവിതമാണ് നമ്മുടെ സമൂഹത്തെ തികച്ചും സൗന്ദര്യബോധമില്ലാത്ത ഒന്നാക്കി മാറ്റുന്നത്. മറ്റൊരു കുട്ടി രാവിലെ അച്ഛൻ്റെ കൂടെ പാല് കറക്കാൻ പോയി പാല് ചായപ്പീടികയിൽ കൊണ്ടുപോയി കൊടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ പോയി. അപ്പം ആ വീട്ടിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്, ചവിട്ടി കയറി വേണം പോകാൻ. ഞാൻ വളരെ ചെറുപ്പക്കാരനായതുകൊണ്ട് അങ്ങോട്ട് ചെറിയൊരു കയറാൻ ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് അങ്ങോട്ട് ചോദിച്ചു, ക്ഷീണിച്ചോ സാറ്? ഞമ്മൾ ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, മോളെ, ഈ വിഷമം പിടിച്ച വഴികളിലൂടെയാണ് നീ നടന്നു കയറി ഈ വീട്ടിൽ എല്ലാ ദിവസവും എത്തുന്നത്. എത്ര ഉന്നതിയിലെത്തിയാലും പിന്നിട്ട വഴികൾ മറന്നു പോകരുതെന്ന് വിദ്യാർത്ഥികളോട് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നാം കൈവരിച്ച നേട്ടം സമൂഹം നമുക്ക് നൽകിയ അംഗീകാരമാണെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ നാരായണൻകുട്ടി മനിയേരി അധ്യക്ഷത വഹിച്ചു. T ഗോപാലൻ, TCV രഞ്ജിത്ത്, സ്മിത, M കൽപ്പന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരുവള്ളൂർ സമരനായകരിൽ ഒരാളുമായ K കൃഷ്ണൻ മാസ്റ്ററുടെ 31ാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റിനെതിരായി നടന്ന ഉയർത്തിയാണ് ഇന്നത്തെ ഈ കൃഷ്ണമാഷ അനുസ്മരണ സമ്മേളനത്തിൽ നോക്കുമ്പോൾ ഈ 45 വയസ്സ് പ്രായമുള്ളവരുടെ എണ്ണം നാം നോക്കിയാൽ കുറവാണ്. ആ 45 വയസ്സ് പ്രായമുള്ളവർക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം അത് വളരെ പ്രധാനമാണ്. കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ ദിനാചരണ കമ്മിറ്റി ചെയർമാൻ K നാരായണൻ പതാക ഉയർത്തി.
രക്തസാക്ഷി നഗർ കേന്ദ്രീകരിച്ച് ഓണക്കുന്നിലേക്ക് പ്രകടനവും നടന്നു. അനുസ്മരണ സമ്മേളനത്തിൽ കെ നാരായണൻ അധ്യക്ഷനായി. സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, എം രാഘവൻ, ടി ഗോപാലൻ, കെ കെ ഗംഗാധരൻ, വി വി പ്രദീപൻ, കൂത്തൂർ നാരായണൻ, പി വി നാരായണി, പി രമേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ നിലച്ചതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. പുതുതായി സ്ഥാപിച്ച 2 ലിഫ്റ്റുകൾ ഉൾപ്പെടെയാണ് തകരാറിലായത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഫ്റ്റുകൾ പൂർണ്ണമായും നിലച്ചു. ഇടിമിന്നലിലാണ് ലിഫ്റ്റുകളുടെ പ്രവർത്തനം നിലച്ചതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് ഏറെ പ്രതിഷേധത്തിനും കാരണമാകുന്നുണ്ട്. സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ആശുപത്രിയിൽ 50 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച ലിഫ്റ്റുകളാണ് ഇപ്പോൾ പണിമുടക്കിയത്. കാലപ്പഴക്കത്താൽ പണിമുടക്കിയ മറ്റു ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി അനിശ്ചിതമായി നീളുകയുമാണ്. അത്യാഹിത വിഭാഗം, ഓപ്പറേഷൻ റൂം, ലേബർ റൂം എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ലിഫ്റ്റ് പണിമുടക്കുന്നത് ഈ ചികിത്സയൊക്കെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ പരിശോധനകൾക്കായി പല നിലകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സഹസ്ര കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. മെയ് 30-നാണ് സഹസ്ര കുംഭാഭിഷേകം. ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ധ്വജാരോഹണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സുവർണ പ്രതിഷ്ഠാ ഉത്സവത്തിന് മുന്നോടിയായി 1 കോടി രൂപ ചെലവിൽ നമസ്കാര മണ്ഡപം, ഭജന മണ്ഡപം, വസന്ത മണ്ഡപം, അകത്തെ പ്രദക്ഷിണ വഴി എന്നിവ മാർബിൾ പതിക്കുകയും പ്രദക്ഷിണ വഴിയിൽ മേൽക്കൂര നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെ സുവർണ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് 30-ന് സഹസ്ര കുംഭാഭിഷേകം നടക്കും. കാശി മഠാധിപതി രാഘവേന്ദ്ര തീർത്ഥസ്വാമിയാണ് സഹസ്ര കുംഭാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ചയും വിവിധ പൂജകൾ, അഭിഷേകങ്ങൾ, ഹോമങ്ങൾ എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ കർണാടകയിലെയും കേരളത്തിലെയും 30 വൈദികരുടെ സാന്നിധ്യത്തിൽ ഹോമാഭിഷേക പൂജാതി കർമ്മങ്ങൾ മെയ് 26 മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. കാശി മഠാധിപതി രാഘവേന്ദ്ര തീർത്ഥസ്വാമിജിയുടെ ഹസ്തങ്ങളാൽ സഹസ്ര കുംഭാഭിഷേകം നടത്തുന്നു. ഗൗഡ സാരസ്വതർ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് ഗോവയിൽ നിന്ന് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി പാലായനം ചെയ്ത് വടക്കൻ കേരളത്തിൽ അതുപോലെ തെക്കൻ കർണാടകയിലും വഞ്ചിയിലൂടെ വന്ന് സെറ്റിൽ ചെയ്തവരാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തലമുറകളെ സന്തോഷിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്ത കത്തുകൾ കടന്നുപോയ തപാൽ പെട്ടികൾ ഇന്ന് ഏതാണ്ട് അനാഥാവസ്ഥയിലാണ്. സേവനം പൂർണ്ണമായും അവസാനിപ്പിച്ചില്ലെങ്കിലും കാലത്തിന്റെ ഒരുപാട് കഥകൾ ഈ തപാൽ പെട്ടികൾക്ക് പറയുവാനുണ്ടാകും. നാടിന്റെയും നഗരത്തിന്റെയും ചിലയിടങ്ങളിൽ അവശേഷിക്കുന്ന തപാൽ പെട്ടികൾക്ക് എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും. തലമുറകളുടെ പ്രണയവും വിരഹവും നൊമ്പരവും കരച്ചിലും ഈ പെട്ടികളിൽ കൂടി കടന്നുപോയ ഒരു കാലമുണ്ടായിരുന്നു. കത്തെഴുത്ത് ജീവിതവുമായി അത്രമേൽ ഇഴുകിച്ചേർന്നിരുന്ന കാലം. നിറയെ സ്റ്റാമ്പുകൾ ഒട്ടിച്ച് ഗൾഫിലേക്ക് കത്തുകൾ അയച്ചിരുന്ന ഗമയുള്ള കാലം ഇനി തിരിച്ചു വരില്ല. എല്ലാത്തിനും സാക്ഷിയായി പഴയ കഥകളോർത്ത് ചുവന്ന പെട്ടികൾ പല സ്ഥലത്തും പൊടിപിടിച്ച് കിടക്കുന്നു. ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം. ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും വരവോടെയാണ് കത്തുകളുടെയും തപാൽ പെട്ടികളുടെയും പ്രസക്തി അസ്തമിച്ചു തുടങ്ങിയത്. 17-ാം നൂറ്റാണ്ടിൽ പാരീസിലാണ് ആദ്യമായി തപാൽ പെട്ടികൾ നിലവിൽ വന്നത്. ഫ്രാൻഷ്വ ഡി മെലായൻ എന്ന ഫ്രഞ്ചുകാരനാണ് ഈ എഴുത്തുപെട്ടി രൂപകൽപ്പന ചെയ്തതെന്ന് പറയപ്പെടുന്നു. അന്ന് നിറം പച്ചയായിരുന്നു, പിന്നീടത് ചുവപ്പാക്കി. ബ്രിട്ടനിലും ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളിലും ഈ നിറം തന്നെ ഉപയോഗിച്ചതോടെ നമ്മുടെ തപാൽ പെട്ടിയുടെ നിറവും ചുവപ്പായി മാറി. ഉരുപ്പടികളെ മഴയിൽ നിന്നടക്കം സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു തപാൽ പെട്ടികൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. നിക്ഷേപിച്ചവ തിരിച്ചെടുക്കാനും കഴിയുമായിരുന്നില്ല. മിക്കവാറും ജനങ്ങൾ തപാലിനെ ആശ്രയിച്ചാണ് വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ഇന്ന് ജനങ്ങൾക്ക് അപ്പോൾ വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യതകളും മറ്റ് വിനിമയ രംഗത്ത് പ്രവർത്തനങ്ങളും ഉണ്ട്. 90കളുടെ അവസാനത്തോടെയാണ് തപാൽ പെട്ടികൾ ജനജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
മരിച്ച കുടുംബശ്രീ അംഗത്തിന്റെ നിക്ഷേപ തുകയായ 1.5 ലക്ഷത്തിൽ പരം രൂപ അവകാശികളില്ലാത്തതിനാൽ കുടുംബശ്രീ ADS നേതൃത്വത്തിൽ അഗതി മന്ദിരത്തിന് നൽകി. ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് 3-ാം വാർഡിലാണ് കുടുംബശ്രീയുടെ ഈ മാതൃകാ പ്രവർത്തനം. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് 3-ാം വാർഡ് ADSന് കീഴിലുള്ള ഹരിത കുടുംബശ്രീ യൂണിറ്റ് അംഗം C. പത്മാവതി മരണപ്പെട്ടതിനെ തുടർന്ന് അവരുടെ നിക്ഷേപ തുക അവകാശിയായ ഭർത്താവ് പാലായി ചിരുകണ്ണനായിരുന്നു. എന്നാൽ അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമല്ല ഇവർക്ക് മക്കളുമില്ല. ഇതോടെയാണ് ബന്ധുക്കളെ കണ്ട് അനുവാദം വാങ്ങി തൃക്കരിപ്പൂർ ആയിട്ടിയിലെ വൃദ്ധമന്ദിരത്തിലേക്ക് ഈ തുക ഏൽപ്പിച്ചത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം P. അജിത, ADS സെക്രട്ടറി TK ബിന്ദു, ഹരിത കുടുംബശ്രീ പ്രസിഡന്റ് KP പുഷ്പ, സെക്രട്ടറി VV ധന്യ എന്നിവർ എത്തിയാണ് ചിരുകണ്ഠന്റെയും പത്മാവതിയുടെയും പേരിൽ 26,000 രൂപ കൈമാറിയത്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണപുരം ധർമ്മശാല റോഡിൽ കണ്ണപുരത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടു. KCCL കമ്പനിക്ക് മുന്നിലാണ് റോഡിൽ അപകടക്കുഴി രൂപപ്പെട്ടത്. കണ്ണപുരത്ത് പൈപ്പ് പൊട്ടി റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പരിപാലന കാലാവധിക്ക് മുമ്പ് തന്നെ തകർന്ന അവസ്ഥയിലാണ്. പൈപ്പ് പൊട്ടി ശക്തമായി വെള്ളം ഒഴുകിയതിനെ തുടർന്നാണ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. മീറ്ററുകളോളം ദൂരത്തിൽ റോഡിന്റെ ഉൾഭാഗവും തകർന്ന നിലയിലാണ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയുമാണ്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിച്ച് തകർന്ന റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ ചൈനക്കിളി റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപവും പൈപ്പ് പൊട്ടി റോഡ് തകർന്നിരുന്നു. ഇവിടെ മാസങ്ങൾക്കു ശേഷമാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. ഇത്തരത്തിൽ അടുത്തടുത്ത പൈപ്പുകൾ പൊട്ടി റോഡ് തകരുമ്പോൾ കോടികളാണ് വെള്ളത്തിലാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിനായി വരച്ച ചിത്രങ്ങൾ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. മംഗളൂരുവിലെ പൂജാരി ഹരിപ്രസാദ് മണിക്കൂറുകൾ സമയമെടുത്താണ് ഈ ചിത്രങ്ങൾ വരച്ചത്. പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിൽ 50 വർഷങ്ങൾക്ക് ശേഷം വർണ്ണങ്ങളിൽ ചാലിച്ച സഹസ്ര കലശമണ്ഡലും വിഡോബ രുക്കുമായി ദേവരുടെ ചിത്രങ്ങളും ഒരുങ്ങി. രംഗോലി പൗഡറിൽ വരച്ച ഇരു ചിത്രങ്ങളും ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഡോബയും രുക്കുമായിയുമാണ്, അഥവാ ശ്രീകൃഷ്ണനും രുക്മിണിയും. 8 ചതുരശ്ര അടി പ്രതലത്തിൽ 6 മണിക്കൂർ സമയമെടുത്താണ് ഈ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വർണ്ണങ്ങളിൽ ചാലിച്ച സഹസ്ര കലശമണ്ഡലാണ് മറ്റൊന്ന്. 28 മണിക്കൂർ എടുത്താണ് സഹസ്ര കലശമണ്ഡൽ വരച്ചത്. ഓംകാരത്തിന് ചുറ്റും 12 ദളങ്ങൾ, തുടർന്ന് 3 വൃത്തങ്ങളിൽ സ്വത്വം, രജസ്, തമസ് ഗുണങ്ങൾ. ഈ വൃത്തചിത്രത്തിൽ 1015 കലശങ്ങൾ പൂജിച്ചാണ് സഹസ്ര കുംഭാഭിഷേകം നടത്തുന്നത്. മംഗളൂരുവിലെ കാളികാംബ ക്ഷേത്രം പൂജാരി കാസർഗോഡ് മധൂരിലെ ഹരിപ്രസാദാണ് മണിക്കൂറുകളെടുത്ത് ഇരു ചിത്രങ്ങളും വർണ്ണങ്ങളിൽ ചാലിച്ചെടുത്തത്. ചിത്രകലയിൽ ബിരുദം നേടിയ ഹരിപ്രസാദ് ഈ രംഗത്ത് നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിലെ സപ്താഹ മണ്ഡപത്തിൽ വനിതാ കലാകാരികൾ ചേർന്നൊരുക്കിയ ചുവർ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു. നേത്രോന്മീലന കർമ്മം ദിലീപ് സ്വസ്തിക് ഗുരുവായൂർ നിർവഹിച്ചു. 7 അടി ഉയരവും 5 അടി വീതിയുമുള്ള 2 ചുമർ ചിത്രങ്ങളാണ് 2 കലാകാരികൾ ചേർന്ന് തയ്യാറാക്കിയത്. വ്രതനിഷ്ഠയോടുകൂടി 40 ദിവസം എടുത്താണ് 7 അടി ഉയരവും 5 അടി വീതിയുമുള്ള 2 ചുമർ ചിത്രങ്ങൾ സ്മിത രതീഷ്, സ്മിത ഭരത് എന്നീ കലാകാരികൾ പൂർത്തിയാക്കിയത്. പുതുതായി പണിത സപ്താഹ മണ്ഡപത്തിന്റെ ചുമരിൽ അക്രിലിക് നിറങ്ങൾ കൊണ്ട് കേരള ചുമർചിത്ര ശൈലിയിൽ വരച്ച വിഘ്നേശ്വരന്റെയും ശാസ്താവിന്റെയും ചിത്രങ്ങളുടെ നേത്രോന്മീലന ചടങ്ങ് വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ദിലീപ് സ്വസ്തിക് ഗുരുവായൂർ നിർവഹിച്ചു. തുടർന്ന് ചിത്രകാരികളെയും ദിലീപ് സ്വസ്തിക്കിനെയും ക്ഷേത്രത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന AV കുഞ്ഞിരാമൻ, K സരസ്വതിയമ്മ എന്നിവരെയും ആദരിച്ചു. ക്ഷേത്ര അനുബന്ധ ചിത്രങ്ങളും ശില്പങ്ങളും രൂപപ്പെടുത്തുന്നതിൽ സ്ത്രീകൾ പൊതുവെ കടന്നുവരാറില്ലെങ്കിലും അതീവ ശ്രദ്ധയോടെയും ക്ഷമയോടെയും ഇവർ രണ്ടുപേരും ചേർന്ന് ചാലിച്ചെടുത്ത ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്നതാണെന്ന് ദിലീപ് സ്വസ്തിക് പറഞ്ഞു. വാങ്ങിക്കാവുന്ന ചിത്രങ്ങളാണ് അവർ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് അവരുടെ ധൈര്യത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മഴക്കാല പച്ചക്കറി തൈകളും കാർഷിക വസ്തുക്കളുമായി കാങ്കൂലിലെ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം
ഗുണമേന്മയുള്ള വസ്തുക്കൾ ന്യായമായ വിലയിൽ ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആവശ്യക്കാരും ഏറെയാണ്. കാങ്കോൾ വിത്തുൽപാദന കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഫാമിൽ മഴക്കാല പച്ചക്കറി തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. മുളക്, വെണ്ട, പയർ, വഴുതിന, തക്കാളി എന്നിവയുടെ തൈകളും വിത്തുകളുമാണ് വിൽപ്പനയ്ക്കുള്ളത്. തൈകൾ ഒന്നിന് 3 രൂപയാണ് വില. വിത്തുകൾ പാക്കറ്റ് ഒന്നിന് 10 രൂപയും ഹൈബ്രിഡ് മുരിങ്ങ, നെല്ലി, സപ്പോട്ട, പപ്പായ എന്നിവയും വിൽപ്പനയ്ക്കുണ്ട്. കൂടാതെ ഗ്രാഫ്റ്റ് ചെയ്ത മാവുകളും ഇവിടെ ലഭിക്കും. ഗുണനിലവാരമുള്ളതുകൊണ്ട് തന്നെ എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും നല്ല ഡിമാൻഡ് ഉണ്ട്. കൂടാതെ പന്നിയൂർ വൺ, കരിമുണ്ട എന്നിവ 8 രൂപ നിരക്കിലാണ് ലഭ്യമാകുക. ആവശ്യമായി വന്നാൽ കർഷകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകാറുണ്ടെന്ന് സീനിയർ കൃഷി ഓഫീസർ രമ്യാഭായ് പറയുന്നു. മഴക്കാലത്ത് നമ്മുടെ ഫലവൃക്ഷ തൈകൾ, മാംഗോ ഗ്രാഫ്റ്റുകൾ, നെല്ലി ഗ്രാഫ്റ്റുകൾ, സപ്പോട്ട ഗ്രാഫ്റ്റുകൾ അതൊക്കെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അതുപോലെ പപ്പായ, ഹൈബ്രിഡ് പപ്പായ തൈകൾ അതും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മൾ കവുങ്ങിൻ തൈകൾ, നല്ല ഇനം ഉൽപ്പാദനശേഷിയുള്ള കവുങ്ങിൻ തൈകളായ ഇന്ത്യൻ മംഗള, മോഹിത് നഗർ തുടങ്ങിയ നല്ല ഇനം കവുങ്ങിൻ തൈകൾ ഇവിടെ ഈ ആഴ്ച മുതൽ പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്ക് നൽകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാരമ്പര്യത്തെ മറികടന്ന് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദത്തോടെ ഭാഷാ പാണ്ഡിത്യം നേടിയ തൃക്കരിപ്പൂർ ചന്തേര കബോധനിലത്തെ KE ശ്രീലത അധ്യാപനത്തിൽ പിന്നിട്ടത് 16 വർഷങ്ങൾ. ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ അധ്യാപികയായ ശ്രീലതയ്ക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ ബിരുദവുമുണ്ട്. പാരമ്പര്യത്തെ മറികടന്ന് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ഭാഷാ പാണ്ഡിത്യം നേടിയ തൃക്കരിപ്പൂർ ചന്തേര കബോധനിലത്തെ KE ശ്രീലത അധ്യാപനത്തിൽ പിന്നിട്ടത് 16 വർഷങ്ങൾ. ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ അധ്യാപികയായ ഇവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലും ബിരുദമുണ്ട്. പ്രമുഖരായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ താന്ത്രിക സ്ഥാനമുള്ള ചന്തേര കബോധനിലത്തു നിന്നാണ് ഉറുദു ഭാഷയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഈ അധ്യാപിക. ഏതു ഭാഷയും ആർക്കും പഠിക്കാമെന്നും മതവും വിശ്വാസവും ഒന്നിനും തടസ്സമല്ലെന്നുമാണ് സ്വന്തം ജീവിതം കൊണ്ട് ഇവിടെ ശ്രീലത സമർത്ഥിക്കുന്നത്. പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ശ്രീലതയ്ക്ക് 3 ഭാഷകളിൽ ബിരുദവും ഉറുദുവിൽ ബിരുദാനന്തര ബിരുദവും നേടുവാൻ ഭർത്താവ് പത്മനാഭൻ നമ്പൂതിരിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചു. കുടുംബത്തിലെ മറ്റുള്ളവരുടെ സഹകരണവും ഉണ്ടായി. 1995 എന്നെ വിവാഹം കഴിച്ച് ചന്തേര ഗ്രാമത്തിലേക്ക് കബോധനിലത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇല്ലത്തെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. പക്ഷേ താന്ത്രിക ഇല്ലാണെന്നും പൂജകളൊക്കെ ശുദ്ധങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ അറിയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനിഷ്ടം ഒരു പൂജ കഴിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പൂജാരിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള ഒരാൾക്ക് കൊടുക്കണം എന്നായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ സാധിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ ചന്തേര ശ്രീ കബോധനിലത്തേക്ക് എത്തിപ്പെടുന്നത്. ആദ്യമൊക്കെ കുറച്ച് പൊരുത്തപ്പെടാൻ പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ അത് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. എല്ലാ സപ്പോർട്ടും ഭർത്താവിൻ്റെ അച്ഛനാണെങ്കിൽ പത്മനാഭ മാഷാണ്, കോട്ടപ്പുറ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹം എല്ലാത്തിനും സപ്പോർട്ട് നിന്നിരുന്നു. കൂടെ മക്കൾ ആര്യ, അബി എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഈ ഭാഷ പഠിക്കാനും ഇറങ്ങാനും ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. 2007 ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ അധ്യാപികയാകുന്നത്. മക്കൾ ആര്യ ആയുർവേദ ഡോക്ടറാണ്. മകൻ അഭിരാം CAക്ക് പഠിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. സഹസ്ര കുംഭാഭിഷേകം നടക്കുന്ന പയ്യന്നൂർ വിഡോബ ക്ഷേത്രം സന്ദർശിച്ച് BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി. ഭാഷയിലും ആചാരത്തിലും സംസ്കാരത്തിലും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയ അനുഗ്രഹമെന്ന് അബ്ദുള്ളക്കുട്ടി. ഗൗഡ സരസ്വത ബ്രാഹ്മണരുടെ പയ്യന്നൂരിലെ ശ്രീ വിധോബ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്തു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിശേഷപ്പെട്ടതാണ്. ഭാഷയിലും ആചാരത്തിലും സംസ്കാരത്തിലും വേറിട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമായി കരുതുകയാണ്. നമ്മുടെ ജില്ലയിൽ തന്നെ
വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിലും നമ്മുടെ മഹത്തായ പൈതൃകത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ക്ഷേത്രസന്നിധിയിൽ വരാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി പയ്യന്നൂരിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകം 24 ചിത്രപ്രദർശനത്തിന് സമാപനമായി. പയ്യന്നൂർ സർഗജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രപ്രദർശന സമാപനത്തിന്റെ ഭാഗമായി ജന്മന കൈകളില്ലാത്ത പ്രശസ്ത ചിത്രകാരൻ വൈശാഖ് ഏറ്റുകുടുക്കയുടെ ലൈവ് ചിത്രം വരെയും പ്രശസ്ത ചിത്രകാരന്മാരായ പ്രമോദ് അടുത്തില, വിനോദ് പയ്യന്നൂർ എന്നിവർ കുട്ടികളുമായുള്ള ചിത്രവർത്തമാനവും നടന്നു. പ്രദർശനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സർഗജാലകം പ്രസിഡന്റ് അജിത ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സർഗജാലകം സെക്രട്ടറി ഗംഗൻ കുഞ്ഞിമംഗലം, ഗോപിനാഥൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ കലാസമിതി പരിസരത്ത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ കലാസമിതി പരിസരത്ത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഇപ്പോഴീ അനുമോദനം ഏറ്റുവാങ്ങിക്കുന്ന കുട്ടികള് പഴയ കാലത്തെ അവസ്ഥ പറഞ്ഞാല് പണ്ടൊന്നും ഒരാള് വളരെ ചുരുക്കാളാന്ന് SSLC ഒക്കെ പാസ്സാവുക, അതേപോലെ +2 അത്രയും ക്ലാസ്സിൽ കുട്ടികളുണ്ടാവില്ല. അന്ന് ഒരു 5ഓ 10ഓ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് ഓരോരോ സ്കൂളിൽ തന്നെ 10ഉം 50ഉം ഓരോരോ ബാച്ചിൽ കുട്ടികളിലുണ്ട്. വലിയ മാർക്ക് വാങ്ങിയ കുട്ടികൾ, A+ വാങ്ങിച്ച കുട്ടികൾ. പക്ഷെ ആ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള വലിയൊരു അവസരത്തിൻ്റെ ഭാഗമായിട്ടാണ് നല്ല രീതിയിൽ അവർക്ക് പഠിച്ച് ഉന്നതിയിലെത്തുന്നതിന് വേണ്ടി സാധിക്കുന്നത്. ചടങ്ങിൽ സി വിനോദ് അധ്യക്ഷനായി. ചെറുട്ട രമേശൻ, പി രവി, സി രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കുവൈത്ത് KMCC തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് കുട്ടികൾക്ക് സ്നേഹ സമ്മാനം നൽകുന്നു. അറിവ് 2024 എന്ന പേരിൽ നടത്തുന്ന പരിപാടി മെയ് 31 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MSF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കുവൈത്ത് KMCC തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് നിയോജക മണ്ഡലത്തിലെ 55 ശാഖകളിലെ 110 അംഗൻവാടികളിലെ 2000 കുട്ടികൾക്ക് സ്നേഹ സമ്മാനം നൽകുന്നു. അറിവ് 2024 എന്ന പേരിൽ നടത്തുന്ന പരിപാടി മെയ് 31 നടക്കും. MSF നിയോജക മണ്ഡലം കമ്മിറ്റി പ്രത്യേകം തയ്യാറാക്കിയ കളറിംഗ് ബുക്ക്, ക്രയോൺസ്, ബിസ്ക്കറ്റ് അടങ്ങിയ കിറ്റാണ് മണ്ഡലത്തിലെ 2000 കുരുന്നുകൾക്ക് അംഗൻവാടി പ്രവേശന ദിനത്തിൽ നൽകുന്നത്. കിറ്റ് വിതരണോദ്ഘാടനം മെയ് 30 നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടക്കും. ശാഖാതലങ്ങളിൽ മെയ് 31 ഭാരവാഹികൾ അംഗൻവാടികളിൽ ചെന്ന് കുരുന്നുകൾക്ക് കിറ്റ് നൽകും. ഒപ്പം മികച്ച രീതിയിൽ കളറിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ജൂലൈ മാസം കളർ ബുക്ക് പരിശോധിച്ച് സമ്മാനവും നൽകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സത്താർ വടക്കമ്പാട്, മുഹമ്മദ് തെക്കേക്കാട്, അസറുദ്ദീൻ മണിയനോടി, മുഹമ്മദ് രാഹിൽ, ഉസ്മാൻ പോത്താങ്കണ്ടം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് പള്ളിച്ചാലിൽ പിക്കപ്പ് വാനും മിനി ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. മരണപ്പെട്ടത് എറണാകുളം കാലടി സ്വദേശി അൻസാർ. അപകടം നടന്നത് ചൊവ്വാഴ്ച രാവിലെയോടെ. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനമിടിച്ച് തകർന്ന കൈവരികൾ നിലം പതിക്കാവുന്ന അവസ്ഥയിൽ. അനാസ്ഥയൊഴിവാക്കി അധികൃതർ പരിഹാര നടപടിയെടുത്തില്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ പയ്യന്നൂരിനെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തം.
മരിച്ച കുടുംബശ്രീ അംഗത്തിന്റെ നിക്ഷേപ തുകയായ 1/4 ലക്ഷത്തിൽ പരം രൂപ അവകാശികളില്ലാത്തതിനാൽ കുടുംബശ്രീ ADS നേതൃത്വത്തിൽ അഗതി മന്ദിരത്തിന് നൽകി. കുടുംബശ്രീയുടെ ഈ മാതൃകാ പ്രവർത്തനം പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് 3-ാം വാർഡിൽ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റുകൾ പണിമുടക്കി. മുകൾ നിലയിലെത്താൻ പെടാപ്പാടുപെട്ട് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. തകരാറിലായത് പുതുതായി സ്ഥാപിച്ച 2 ലിഫ്റ്റുകൾ ഉൾപ്പെടെ. ഗൌഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ വിഠോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമായി. സഹസ്ര കുംഭാഭിഷേകം മെയ് 30-ന്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.